എല്ലാവർക്കും നമസ്കാരം. കർണാടക സംഗീതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതങ്ങളാണ്. ഇത് വീഡിയോ 35ാമത്തെ വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു ഗീതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മലഹരി രാഗത്തിലുള്ള ശ്രീഗണനാഥ എന്ന ഗീതം പുരന്ദരദാസരുടെ കൃതിയാണത്. ഗീതം ഇതിൻ്റെ സ്വരവും സാഹിത്യം ഒന്നുകൂടി ചെല്ലാം. നമ്മൾ ഒന്നുകൂടിയും അത് കേട്ടിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും. ഷെയർ ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ ഈ ഗീതത്തിൻ്റെ ആരോഹണ അവരോഹണം, അല്ലെങ്കിൽ ഈ രാഗത്തിൻ്റെ, ഗീതത്തിൻ്റെ അല്ല, ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം, മലഹരി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം ഒന്നുകൂടി ചെല്ലാം. മലഹരി രാഗം 15ാമത്തെ മേളകർത്താരാഗമായ മായാമാളവ ഗൗളയിൽ നിന്ന് ജനിക്കുന്ന ഒരു ജന്യരാഗമാണ്. സാരി മാ പാധ സം സാധാ പമഗരി സം സരി മ പധ സം സാധാ പമഗരി സ സരി മ പധ സ സാധാ പമഗരി സ. ഇത് ആരോഹണത്തിൽ 5 സ്വരം, അവരോഹണത്തിൽ 6 സ്വരം വരുന്ന ഒരു ജന്യരാഗമാണ്. ഔഡവ ഷാഡവ രാഗം എന്നാണ് ഇതിന് പറയുക. ഇതിൽ വരുന്ന സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധരിഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം. അവരോഹണത്തിൽ അന്തര ഗാന്ധാരം കൂടി വരും. നിഷാദ വർജ്യരാഗം. ഗീതം ഒന്ന് പാടാം. സ്വരം, സാഹിത്യം. സ്വരം പാടി അതിൻ്റെ അതേപോലെയാണ് സാഹിത്യം. മാ പാധ സ സരി രി സ ധ പ മ പ രെ മ പ ധ മ പ ധ പ മ ഗ രെ സ സ രെ മ ഗ രെ സ രെ ഗ രെ സ രി മ പ ധ മ പ ധ പ മ ഗ രെ സ സ രെ മ ഗ രെ സ രെ ഗ രെ സ. ശ്രീ ഗണനാഥ സിന്ദൂരാവർണ കരുണ സാഗര കരിവദന ലംബോദര ലകുമികര അംബാസുത അമര വിനോദ ലംബോദര ലകുമികര സിദ്ധചാരണ ഗണസേവിത സിദ്ധി വിനായക തേ നമോ നമോ ലംബോദര ലകുമികര അംബാസുത അമര വിനോദ ലംബോദര ലകുമികര. സകല വിദ്യ ആദി പൂജിത സർവോത്തമ തേ നമോ നമോ ലംബോദര ലകുമികര. അംബാസുത അമര വിനോദ ലംബോദര ലകുമികര. ഇതാണ് മലഹരി രാഗത്തിലുള്ള ഒരു ഗീതം. ശ്രീഗണനാഥ സ്വരം ചെല്ലും, അതുപോലെ അതിൻ്റെ സാഹിത്യം ചെല്ലും. ഇനി അടുത്തൊരു ഗീതത്തിലേക്ക് ഗീതം നമുക്ക് പരിചയപ്പെടാം. ഇതേ രാഗം തന്നെയാണ്. അത്
ഇത് ഗണപതി സ്തുതിയാണ്, മറ്റത് മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ളതാണ്, ശിവസ്തുതിയായിട്ടാണ്. താളം ഇതന്നെയാണ്. അപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ കമൻറ്റ് ബോക്സിൽ ഇടാം. ഗീതത്തിൻ്റെ നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ട ആൾക്കാർക്ക് എഴുതിയെടുക്കാൻ സൗകര്യത്തിന്. ഇതും അതേപോലെ തന്നെയാണ്. കുറച്ച് സ്വരം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതുപോലെ സാഹിത്യം ഉണ്ടാവും. അതൊന്ന് നോക്കാം. സ്വരം നോക്കാം. താളം തന്നെയാണ്, രൂപക താളം. ധാപ മഗരി സ മ പ ധ മ പ ധാരി രി സ ധ പ ധാപ മഗരി സ സാ രി രി ധാപ മഗരി സ സാ രെ മ ഗരി സാ രെ ഗരി സാ. ഇതാണ് സ്വരം. ഇതിൻ്റെ സാഹിത്യം ഉണ്ടാവും. ശ്രീ ഗണനാഥ പാടിയ പോലെ തന്നെ 3 തരം സാഹിത്യങ്ങളുണ്ട്. സ്വരം തന്നെയാണ്. ഒന്നുകൂടി ചെല്ലാം. ധാപ മഗരി സ രെ മ പ ധ മ പ ധാരി രി സ ധ പ ധാപ മഗരി സ സാ രി രി ധാപ മഗരി സ സാ രെ മ ഗരി സാ രെ ഗരി സാ. അതിൻ്റെ അതേപോലെ സാഹിത്യം കുന്ദ ഗൗര ധാപ മഗരി സ കുന്ദ ഗൗര രെ മ പ ധ മ പ ഗൗരി വര മന്ദിരായ ധാരി രി സ ധ പ മന്ദിരായ മാനമഗുഡ ധാപ മഗരി സ മാനമഗുഡ സാ രി രി മന്ദാര കുസുമാകര ധാപ മഗരി സ കുസുമാകര മകരന്ദം സ രെ മഗരി മകരന്ദം വാസിതു വാ സ രെ ഗരി സ. ഇതാണ് ആ സ്വരത്തിൻ്റെ അതേപോലെ വരികയാണ് സാഹിത്യം. ഒന്നുകൂടി ചെല്ലാം. കുന്ദ ഗൗര ഗൗരി വര മന്ദിരായ മാനമഗുഡ മന്ദാര കുസുമാകര മകരന്ദം വാസിതു വാ. കുന്ദഗൗര ഗൗരീവര ഗൗരി പാർവതിയുടെ വരിച്ചവൻ. അപ്പം മഹാദേവനെ സ്തുതിച്ചുകൊണ്ടുള്ളൊരു ഗീതാണത്. ഇതിപ്പോൾ ആദ്യത്തെ ഭാഗം. ഇനി അതുപോലെ തന്നെ സാഹിത്യം സ്വരം തന്നെയാണ്, സാഹിത്യം മാറും. ഹേമകൂട സിംഹാസന വിരൂപാക്ഷ കരുണാകര മന്ദാര കുസുമാകര മകരന്ദം വാസിതു വാ.
അടുത്ത സാഹിത്യം ചന്ദമാമ മന്ദാകിനി മന്ദിരായ മാനമകുട മന്ദാര കുസുമാകര മകരന്ദം വാസിതുവ. ഇതാണ് രണ്ടാമത്തെ ഗീതം. മഹേശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ്. അപ്പോൾ ഇതൊന്ന് കേട്ടു നോക്കുക. സ്വരം സാഹിത്യം, സ്വരം വരുന്ന അതേപോലെ സാഹിത്യം. അപ്പോൾ ഇതിൽ തന്നെ ധാപമഗരിസ കുണ്ടഗൗര, മറ്റേലാണെന്ന് വെച്ചാൽ ഹേമകൂട. അവസാനത്തെ സാഹിത്യം ചന്ദമാമ. ഒക്കെ ഒരേപോലെയാണ്, സാഹിത്യം മാത്രം മാറുന്നു. സ്വരം നമ്മൾ ആദ്യം ചൊല്ലി പഠിക്കുക, അതിനുശേഷം നമ്മൾ സാഹിത്യം ശ്രദ്ധിക്കുക. എന്നിട്ട് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ സാഹിത്യം ഉണ്ടാവില്ല. കുണ്ടഗൗര, ആ ഗൗര കണ്ടോ, ഗൗ ഗൗ മഗരേസ എന്നുള്ളത് ഗൗര ഗരേസ ഊര. അപ്പം അവിടെ സാഹിത്യം വരുന്നില്ല, അപ്പം അവിടെ ആകാരം ആണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എവിടേക്കാണ് സാഹിത്യം വരുന്നത്. അപ്പം നമ്മൾ സ്വരം നമ്മൾ നന്നായിട്ട് ചൊല്ലിപ്പഠിക്കുകയാണ് വേണ്ടത്. സ്വരം നേരെ ധാപമഗരേസ ധാപമഗരേസ കുണ്ടഗൗര. അപ്പം അതേപോലെ നമുക്ക് ചെല്ലാൻ പറ്റും. സ്വരം ആദ്യം നന്നായിട്ട് ചൊല്ലിപ്പഠിക്കുക, എന്നിട്ട് സാഹിത്യം ചെല്ലുക. അപ്പം എല്ലാവരും വീഡിയോ കാണുക. കമൻറ്റ് ബോക്സിൽ ഈ ഗീതത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് അത് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.